ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്തത് ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്യാൻ കാരണം അത് നല്ല കൂളും നല്ല ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നനവ് തട്ടിക്കഴിഞ്ഞാൽ ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് ചെറിയ ഒരു പ്രശ്നം വരാൻ സാധ്യത ഉണ്ട്. അത് അങ്ങനെ സംഭവിക്കും. ജിപ്സം പ്ലാസ്റ്ററിംഗ് അങ്ങനെ പ്രശ്നമുണ്ട്. നനവ് തട്ടി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ. ഇങ്ങനൊന്നും അല്ലല്ലോ നേരത്തെ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ. ഈ പറയുന്ന ഫിറോസിക്കയും നമ്മുടെ ബിഷപ്പും എല്ലാം മറുകണ്ഠം ചാടി, എല്ലാം രേണുസുധിയുടെ താളത്തിനൊട്ട് തുള്ളാൻ തുടങ്ങി. ഇതിന്റെ പിന്നിലെ മാത്തമാറ്റിക്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും രേണുസുധിയുടെ വീടിന് കുറെ പ്രശ്നങ്ങളുണ്ട്, കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രേണുസുധി മുന്നേക്ക് വരികയും ഇതിനെതിരെ ഈ പറയുന്ന ഫിറോസ്, ഈ വീട് പണിത് കൊടുത്ത ഫിറോസിക്കയായാലും അതേപോലെ തന്നെ ഈ ബിഷപ്പ് ആയാലും അതിനെതിരെ രേണുസുധി പറഞ്ഞത് തെറ്റാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം മറി രേണുസുധി പറയുന്നത് കറക്റ്റ് ആണ്, യാതൊരു കൊള്ളവുമില്ല, ഞങ്ങൾ അതെല്ലാം സെറ്റപ്പ് ചെയ്ത് അടിപൊളി വാർണിഷ് ആക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ സെറ്റപ്പാന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇന്നും രേണുസുധിയുടെ വീട് തന്നെയാണ് നമ്മുടെ ചർച്ചാ വിഷയം. കൂടുതൽ അടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസുധിയുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചാ വിഷയങ്ങൾ നടപ്പുണ്ട്. ആ ചർച്ചയായിട്ട് ബന്ധപ്പെട്ട് മെയിൻ സ്ട്രീം 1 മീഡിയ ആ ചാനൽ, അതായത് രേണുസുധിയുടെ സ്ഥിരം ഇന്റർവ്യൂ എടുക്കുന്ന ചാനലിൽ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ഈ ഇന്റർവ്യൂവിനകത്ത് രേണുസുധിയുടെ പിതാജിയും കൂടെ വന്നിരുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാര്യങ്ങൾ കേട്ടാലോ? ഞാൻ ചെറുതായിട്ട് വോയിസ് ചേഞ്ച് ചെയ്തായിരിക്കും കേൾപ്പിക്കുന്ന. വീഡിയോയിൽ ഒരു ചെറിയ ബ്ലർനെസ് കൊടുക്കാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ ചിലപ്പോൾ സ്ട്രൈക്ക് കിട്ടും. അതുകൊണ്ട് കേട്ടോ, ഒന്ന് ക്ഷമിച്ചേക്കണേ മച്ചന്മാരെ. ഈ ഒരു വീട് പണിത് 6 മാസം ആകുന്നു കഴിഞ്ഞു. ഞാൻ ഈ 6 മാസത്തിനകം നല്ല തിരക്കായിട്ടും അങ്ങോട്ടും നാടകമായിരുന്നു മെയിൻ ആയിട്ടുള്ളത്. ആ സമയത്തൊക്കെ ഞാൻ ഓടി നടക്കുന്നുണ്ട്. ഞാൻ ഇവിടെ അധികം ദിവസം നിൽക്കുന്നില്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാം. എന്റെ പപ്പായ്ക്ക് ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയാം. പപ്പായോട് ചോദിച്ചാൽ പപ്പ അതിനെപ്പറ്റി പറഞ്ഞു തരും. എന്ത് ചോദിച്ചാലും രേണുസുധി ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് മൊത്തത്തിൽ പറഞ്ഞത്, അതായത് വീടുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കോൺട്രവേഴ്സി സംഭവിച്ചാലും എനിക്കറിയത്തില്ല, പപ്പയോട് ചോദിച്ചാൽ മതി, പപ്പ പറഞ്ഞുതരും. പപ്പയ്ക്കാണ് ഇതിനെ കുറിച്ച് അധികമായിട്ട് അറിയാവുന്നത്. പപ്പയുടെ നെഞ്ചത്താണ് ഫാൻ വീണത്, പപ്പയാണ് അവിടെ പൊളിഞ്ഞു പോയി പറഞ്ഞത്. പപ്പ 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 ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രേണുസുധി ആ വീട്ടിലെ ആളല്ല, രേണുസുധി വേറെ എവിടെയോ. അതായത് അറിയാലോ, പപ്പയാണ് എല്ലാം നോക്കുന്നത്. പപ്പ പറയും ബാക്കി. ഞങ്ങൾ ഇവിടെ താമസമായിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം മഴ പെയ്തപ്പം ഇവിടെ ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഈ ഭാഗത്ത് അവിടെ നല്ല സാറ്റലൈറ്റ് ഇങ്ങോട്ട് വന്നിട്ട് ശരിക്കും ഇവിടെ നനഞ്ഞു. ഞാനപ്പം ഇദ്ദേഹത്തെ വിളിച്ചു, ഫോൺ എടുത്തില്ല. അദ്ദേഹത്തിൻ്റെ ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു, മനോജ് എന്ന് പറയും. അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹം എടുത്തു. ഞാൻ ഒരാളെ അങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞു. മെയിൻ പണിക്കാരനായ സുധീർ എന്ന് പറഞ്ഞ ഒരാൾ, അത് താമസം തുടങ്ങി പിറ്റേ ആഴ്ച നടന്ന സംഭവമാണ്. ഇവിടെ വയ്യേ അയാൾ ഇവിടെ എല്ലാം. അപ്പം കുറേ കാര്യങ്ങൾ ഞാൻ കാണിച്ചു. മഴ പെയ്ത് ഈ തേപ്പൊക്കെ പയ്യെ വിട്ടു പോകുന്നുണ്ടെന്ന് പുറകിൽ. അപ്പം അദ്ദേഹം പറഞ്ഞു മഴ പെയ്ത ഇത് പിന്നെ പെയിന്റിന്റെ ആയിരിക്കും എന്നാലും ചേട്ടാ ഞങ്ങൾ വന്നത് റെഡിയാക്കിക്കോളാം, ഞങ്ങൾക്ക് അടുത്തൊരു പണി ഇവിടെ ഉണ്ട്, അപ്പോഴത്തെ ഞങ്ങൾ ഇടയ്ക്ക് വന്ന് നോക്കാന്ന് പറഞ്ഞു. ഞാനത് കേട്ട് ഒന്നും മിണ്ടില്ല. അവിടെ നാളെ വന്നു. ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നാൽ ഈ ഫ്രണ്ട് ലൈറ്റ് കത്തുന്നില്ലായിരുന്നു, ഫ്രണ്ട് സിറ്ററിന്റെ ലൈറ്റ് കത്തുന്നില്ല. അത് അപ്പം ഉടനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ചേട്ടാ ഞങ്ങൾ വന്നോളാം, മഴ ഒന്ന് മാറിക്കോട്ടെ. അതായത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ആരോപണങ്ങളിലെല്ലാം ശരിയാണ്. അപ്പോൾ ഇവര് ലൈറ്റ് കേടായെന്ന് പറഞ്ഞിട്ടുണ്ട്, മോട്ടോർ കേടായെന്ന് പറഞ്ഞിട്ടുണ്ട്, വെള്ളം ചോരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ വീടിനെ കുറിച്ച് കുറെ കുറ്റങ്ങളും തെറ്റുകളും പാപങ്ങളും കുറവുകളും എല്ലാം ഈ ഫിറോസിക്കയും നമ്മുടെ ബിഷപ്പിനെ അറിയിച്ചിട്ടുണ്ട്. ഫിറോസ് അവിടെ ഇരുന്നിട്ട് അവർ ലൈറ്റ് ബോയ് എന്നെ വിളിച്ച്, അവർ വാൻ ബോയ് എന്നെ വിളിച്ച്, അവർ അണി അടിക്കാൻ പറ്റുന്നില്ല എന്നെ വിളിച്ച്, ക്ലോക്ക് പറഞ്ഞു. അങ്ങനെയാണ് പുള്ളിയുടെ വേർഷൻ. ശരിക്കും ഇതിനകത്ത് സംഭവിച്ചത് ഇവർ തമ്മിലുള്ള അതിഭീകരമായ മിസ്കമ്മ്യൂണിക്കേഷൻ ആണ് നടന്നത്. അതായത് ഞാൻ എടുത്തിട്ടില്ല, അത് റോഹന്റെ വീഡിയോയിലാണ് അത് കറക്റ്റ് ആയിട്ടുള്ളത്. അത് ഇപ്പോൾ ലെങ്ത് കൂടാൻ വേണ്ടി എടുത്തിട്ടില്ല. നടന്നിങ്ങനെ പോകുന്നു, കുറെ മീഡിയക്കാർ കാണുന്നു. മീഡിയക്കാർ രേണുസുധിയോട് ഇരിക്കുന്നു, വീട് ചോരുന്നുണ്ടല്ലേ? പിന്നെ അവിടെ ചോർന്നുണ്ട്, ഇവിടെ ചോർന്നുണ്ട്, മറ്റടുത്ത് ചോർന്നുണ്ട്. ആ മീഡിയക്കാരൻ രാത്രി വീട്ടിൽ ഇരുന്ന് കബഡി നിരത്തി, അല്ലെങ്കിൽ മറ്റേ മഷി പെരട്ടി നോക്കി, രേണുസുധിയുടെ വീട് ചോരുന്നുണ്ട്. ചെല്ലുമ്പോഴേ രേണുസുധിയോട് ചോദിക്കുക വീട് ചോരുന്നുണ്ടല്ലേ? ആ ടെക്നോളജി എനിക്ക് മനസ്സിലായില്ല. ഈ പറഞ്ഞാന്ന് കണ്ടാൽ മനസ്സിലാവത്തേ ഇല്ല. അപ്പൊ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള മിസ്കമ്മ്യൂണിക്കേഷൻ ആണ് മെയിൻ പ്രശ്നം. ഇപ്പൊ ഇവരെല്ലാം പുണ്യാളന്മാരായി കേട്ടോ. അതാണ് എനിക്ക് ഒട്ടും മനസ്സിലാത്ത സാധനങ്ങൾ. നമുക്ക് ബാക്കി കേൾക്കാം. ഞാൻ സന്തോഷിച്ചിരുന്നു. ഇന്നലെ രാവിലെ സാജുദ്ദീൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, പത്തനംതിട്ടക്കാരൻ. അദ്ദേഹം വിളിച്ച് പറയുന്നു, അച്ഛാ ഇനി നിങ്ങൾക്ക് ഫിറോസ് പറഞ്ഞു ഇനി നിങ്ങൾക്ക് തരികയല്ല, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരികയല്ല, നിങ്ങൾ ചെന്ന് ഉണ്ടാക്കിക്കോളാം. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആണ് പുതിയ പ്രശ്നം. അതായത് ഈ വീട് പണിത് തീർക്കുമ്പോഴത്തേനും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഈ പണിത എഞ്ചിനീയറോ കോൺട്രാക്ടറോ ആരാണ്ട് കൊടുക്കണം. അത് വെച്ചിട്ടാണ് ഇതിന്റെ എന്താണ്ടോ നമ്പരിടൽ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് നമ്മുടെ പ്രിയങ്കരനായ ഫിറോസ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഫിറോസ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ എന്താ, പുള്ളിനെ വിളിച്ചങ്ങ് എല്ലാം ചെയ്യുകയാണെന്നാണ് പുള്ളി ആദ്യത്തെ വേർഷനിൽ പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ വേർഷനിൽ പുള്ളി കൊടുക്കാൻ പരിപൂർണ്ണ തയ്യാറാണ്. ആ സെപ്പറേറ്റ് ടിക്കറ്റ് ഇടണം, ഈ സെപ്പറേറ്റ് ടിക്കറ്റ് ഇടണം. അവരത് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. മെഷർമെന്റ് എടുക്കുന്നതായിരിക്കും. അത് നാളെ തന്നെ മാക്സിമം അറ്റ് ദ ഏർലിയസ്റ്റ്, ഇന്നാണെങ്കിൽ ഇന്ന്, അല്ലെങ്കിൽ നാളെ നമ്മളത് പരിഹരിച്ചു കൊടുക്കും. അത് ചോർച്ചയല്ല, വീണ്ടും ഞാൻ പറയുന്നത് അത് ചോർച്ചയല്ല. അത് വീടിന്റെ കേസാട്ടോ പറയുന്നത്, എനിക്ക് തെറ്റുപറ്റിയതാ. ചോർച്ചയുടെ കേസാണ് പറയുന്നത്, അത് ചോർച്ച അല്ല.
പറ. തൂവാലടിക്കുകയാണ്. പക്ഷെ അവിടുത്തെ ആ ഒരു അവരുടെ ഒരു വീടിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് തൂവാലടിക്കുന്നത് കുറച്ച് കൂടിപ്പോയി. അപ്പം നിങ്ങൾക്കിത് സോൾവ് ചെയ്യാനുള്ള തീരുമാനം ഉണ്ടെങ്കിൽ ആദ്യം അങ്ങോട്ട് സോൾവ് ചെയ്താൽ പോരായിരുന്നോ? ഇതെന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ചയായി? രേണുസുതി ഒരു 2-3 ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിട്ട് അവര് കുറെ പൈസ ഉണ്ടാക്കി. ഇദ്ദേഹം പറയുന്നത് എന്റെ ഫോളോവേഴ്സ് പറഞ്ഞതുകൊണ്ട് ഞാനതെല്ലാം സോൾവ് ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചു. പിന്നെ നിങ്ങൾ എന്തോത്തിനാണ് ആദ്യം അമ്മാര് തള്ളിക്കൊണ്ടിരുന്നത്? ഇതിപ്പോ ഇവർക്ക് ഭ്രാന്തായതാണോ ഇത് കണ്ടിരുന്ന നമുക്ക് ഭ്രാന്തായതാണോ? ബാക്കി പറയക്ക. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തത് അത് കൊടുത്താലാണ് വീടിന് നമ്പർ കിട്ടുള്ളൂ. അത് പഞ്ചായത്ത് കൊടുക്കേണ്ടതാണ്. പക്ഷെ അതിന് മുമ്പ് നമുക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ വീടിന്റെ ഫസ്റ്റ് അപ്രൂവൽ എടുക്കാൻ വേണ്ടി നമ്മൾ 7 മാസത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്ത് കുറച്ച് ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്ത്. അത് നമുക്ക് താജ് പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ അപ്രൂവൽ കിട്ടിയത്. നമ്മൾ വീട് കംപ്ലീഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇവര് വില്ലേജിൽ ഒരു 1 ടൈം ടാക്സ് അടക്കണം. അത് ഇവർ 1500 രൂപയുടെ വരുന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഇത് അടക്കാൻ പറഞ്ഞപ്പോൾ അന്ന് ഇദ്ദേഹം പറഞ്ഞത് എന്റെ കയ്യിൽ അത് അടക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു. ആലോചിച്ചു, 1000-1500 രൂപ അടയ്ക്കാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്രയും വലിയൊരു വീടുണ്ടാക്കി കൊടുത്ത് ഇത്രയും നല്ലൊരു വീടുണ്ടാക്കി കൊടുത്തിട്ട് അത് അടയ്ക്കാൻ പോലും അയാൾ തയ്യാറാവുന്നില്ല. നമ്മൾ ഇറിറ്റേറ്റഡ് ആവും, ഫ്രസ്ട്രേറ്റഡ് ആവും നമ്മൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾ അത് അടച്ചിട്ട് പോയെന്ന് പറഞ്ഞു. അത് അടയ്ക്കാൻ പോയപ്പോൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു ഈ വീടിന് ഇത് അടയ്ക്കാൻ. അത് കഴിഞ്ഞിട്ട് അത് അടയ്ക്കണ്ടെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ഇവര് ഇതെല്ലാം സെറ്റാക്കി പഞ്ചായത്തിൽ പറഞ്ഞു. മുമ്പത്തെ ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു, ആ എഞ്ചിനീയർ ജോലി കളഞ്ഞിട്ട് പോയി. ഇനിയിപ്പോൾ ആ എഞ്ചിനീയറെ വിളിച്ചിട്ട് ആ എഞ്ചിനീയറിന്റെ ഈ എഞ്ചിനീയർ അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞുള്ള പേപ്പർ മേടിച്ചിട്ട് ഈ എഞ്ചിനീയറുടെ പേപ്പർ മേടിച്ചിട്ട് ആ പേപ്പർ കൊണ്ട് കൊടുത്തിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്നാണ് ഇദ്ദേഹം ഇപ്പൊ പറയുന്ന സാധനം. ഇത് ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ ശരിക്കും ഇതിനകത്ത് പറഞ്ഞുകൊണ്ട് നടന്ന സാധനങ്ങൾ. ഇത് നിങ്ങൾക്ക് ആദ്യമേ സുഗമമായി സെറ്റ് ചെയ്യുന്ന സാധനം. ഇപ്പൊ എനിക്കിതിനകത്ത് മനസ്സിലാകുന്നത് എല്ലാം കള്ളന്മാരാണ്. എല്ലാവരും അവിടുന്ന് കുറച്ച് കേട്ട് ഞാൻ കുറെ അങ്ങ് പറഞ്ഞു, ഇവിടുന്ന് കുറച്ച് കേട്ട് ഞാൻ കുറെ പറഞ്ഞു. അപ്പൊ അവിടെ ഇരിക്കുന്ന ബിഷപ്പ് കുറെ കിട്ടുന്ന പിന്നെ ഞാനും കുറെ അങ്ങ് പറയാം. ഇങ്ങനെ എല്ലാവരും എന്തൊക്കെയോ സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു ഓളം ഉണ്ടാക്കി. ഇത്രയേ ഉള്ള സംഭവം. ബാക്കി പറയക്കാം. അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വീട് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു വീട് നിങ്ങൾക്ക് ആരെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾ ചേട്ടൻ അത് ഞങ്ങളുടെ അടുത്ത് പറ. ആ വീട് ഞങ്ങൾ പൊളിച്ച് അവിടുന്ന് മാറ്റി തരാം, എന്നിട്ട് നിങ്ങൾ വേറെ വീട് ഉണ്ടാക്കിക്കോ. ഇതടക്കം ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു. അതൊക്കെ തെറ്റായ രീതിയിൽ ഞാൻ വീട് ഇടിച്ചു വിളിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞു. അവര് ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞ് ഈ വീടിന് അങ്ങനെ പ്രശ്നമുണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ട് ഇതൊന്നും ശരിയാക്കിക്കോളാം, ഞാൻ ഇപ്പൊ സോഷ്യൽ മീഡിയ കൊടുക്കുമെന്ന് പറഞ്ഞ് അവരതിന് പറയുന്ന എക്സ്പ്ലനേഷൻ ഞാൻ സോഷ്യൽ മീഡിയ കൊടുക്കും എന്നല്ല പറഞ്ഞ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് ആളുകൾ വരുമ്പോൾ ഇത് കണ്ട് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചിലാണെന്നാണ് അവർ പറഞ്ഞത്. അത് ഇയാൾക്ക് മനസ്സിലായത് എന്താ? ഈ ഫിറോസിക്കൊക്കെ മനസ്സിലായത് എന്താ? അവരെന്നെ ഭീഷണിപ്പെടുത്തി. ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. നീ ഉണ്ടാക്കടാ, സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കടാ എന്നായി ഇദ്ദേഹത്തിന്റെ വാദം. ഇനി തിരിച്ചങ്ങട്ട് അവരെ വിളിച്ചു പറഞ്ഞ് നിങ്ങൾക്ക് ഇതിലും നല്ലൊരു വീട് കിട്ടുമെങ്കിൽ ഞാനതങ്ങ് പൊളിച്ചു മാറ്റിത്തരാം, നിങ്ങൾ വേറെ വീട് അങ്ങോട്ട് ഉണ്ടാക്ക്. അപ്പൊ അവർക്ക് എന്ത് ഫീൽ ചെയ്ത് നമ്മുടെ വീട് അങ്ങേര് പൊളിക്കുമെന്ന് പറഞ്ഞ്. ഇതിപ്പോ ആരെ കുറ്റം പറയണം? എനിക്ക് എന്റെ തലയ്ക്ക് ചുറ്റും മറ്റേ ടോം ആൻഡ് ജെറിക്കകത്ത് കുറെ കിളികൾ ഇങ്ങനെ ചുറ്റും പറക്കുമല്ലോ, ആ ഒരു അവസ്ഥയാണ് എനിക്ക്. നിങ്ങൾക്ക് എന്തിനാണ് മനസ്സിലായെന്നുള്ളത് നിങ്ങളും കൂടെ ഒന്ന് കമന്റ് ചെയ്യും. ബാക്കി കേൾക്കാം. ഒത്തിരി പേര് എന്നോട് ചോദിച്ചു ഇത് ഫ്രണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്ന അതെല്ലാം പൊഴിഞ്ഞു പോകുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു അത് സാരമില്ല, നിങ്ങളൊന്നും എടുത്തിടരുത് എന്നേ ഞാൻ പറഞ്ഞു കൊടുത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു ഇതുപോലെ ഇനി ആരെങ്കിലും വന്ന് എടുത്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എഴുത്തിയതായിട്ട് ഒരിക്കലും നിങ്ങൾ കരുതരുത് എന്ന് ഞാൻ പറഞ്ഞതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സാഹചര്യം എന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ അതെല്ലാം ബാക്കി കാര്യങ്ങൾ ചെയ്യണം, ഇനി അവിടെ മഴ നനഞ്ഞാലും ഒരു വരെ ഒന്നും വരത്തില്ല. പിന്നെ നിങ്ങൾക്ക് ആശയം വന്നതെങ്കിൽ ഫിറോസ് വന്ന് ബുൾഡോസർ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് പഴയ വരെ നിരത്ത് വന്നു. കാരണം എന്റെ ഫോണിൽ ഇപ്പം കാണുകയല്ല, ഡിലീറ്റ് ചെയ്യാനായിട്ട് എനിക്കറിയത്തില്ല, അതങ്ങ് കിടന്നോ സേവ് ചെയ്യാനോ എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഫോൺ ഞാൻ എവിടെ വേണേലും കൊണ്ട് ഹാജരാക്കാം. ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫോണിന് ഡിലീറ്റ് ചെയ്യാൻ അറിയത്തില്ല കേട്ടോ, പക്ഷെ അതിപ്പോ അവിടെ ഉണ്ടോന്ന് അറിയത്തില്ല. അതിങ്ങനെ തനിയെ ഇരിക്കുമ്പോൾ മേളിൽ നിന്നൊരു റബ്ബർ ഇങ്ങനെ വന്നിട്ട് റബ്ബർ മായ്ച്ചു കളയും. എന്തൊക്കെയാണോ എന്തോ വീട് ഇടിച്ചു കളയെന്ന് പറഞ്ഞോ ഇല്ലയോ? ഇതിപ്പോ ബാക്കി പറ. ഒരു കാര്യമുണ്ട്, രേണുവിനെ പറഞ്ഞു, ഞങ്ങളെ പറഞ്ഞു. 5 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിന്റെ കാര്യം ഇവരാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ആരവനെ സംരക്ഷിക്കും? നിങ്ങൾ സംരക്ഷിക്കണം, രേണുസുതി സംരക്ഷിക്കണം. ഈ 5 വയസ്സുള്ള കുഞ്ഞിനെ മാത്രം സംരക്ഷിച്ചാൽ മതിയോ? 20 വയസ്സുള്ള മറ്റൊരു കുഞ്ഞിനെ സംരക്ഷിക്കണ്ടേ? അപ്പൊ നിങ്ങൾക്ക് ഈ 5 വയസ്സുള്ള കുഞ്ഞിന്റെ സംരക്ഷണം മാത്രമേ ഉള്ളൂ, മറ്റേ കുഞ്ഞിന്റെ സംരക്ഷണം വേണ്ട. മറ്റേ കുഞ്ഞൊരു അതിഥിയെ പോലെ വരിക പോവുക എന്താന്ന് വെച്ചാൽ കാണിക്കുക. അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. നിങ്ങളുടെ സൈഡിൽ ഒരുപാട് തെറ്റുകളുണ്ട് സുഹൃത്തെ. നിങ്ങളുടെ സൈഡിൽ നിന്ന് എത്ര മെഴുകിയാലും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവരെ മൊത്തം ഞാൻ കുറ്റം പറയും. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഭയങ്കര ഹിറ്റാണ്, ഞാനൊന്ന് തുമ്മിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുക്കും. അതുകൊണ്ട് സോഷ്യൽ മീഡിയ രേണുസുതിക്ക് 200 രൂപ മാസം ശമ്പളമല്ല, പണിക്കൂലി ഉള്ളതെന്ന് പറഞ്ഞ മഹാനാണ് ഇദ്ദേഹം. ഇനി ഇതിനകത്ത് ഫിറോസിക്ക് പറയുന്ന ഒരു കാര്യം കൂടെ നമുക്ക് കേൾക്കാം. ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്തത് ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്യാൻ കാരണം അത് നല്ല കൂളും നല്ല ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നനവ് തട്ടിക്കഴിഞ്ഞാൽ ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് ചെറിയ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ അല്ലല്ലോ അന്ന് പറഞ്ഞത്. ആ വീടിനൊരു ചോർച്ചയില്ല, അത് എത്ര കുളച്ചാണ്, ആ വീട് ചോരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ കഴുത്തറുത്തൂടെ വെക്കും എന്ന രീതിയിലല്ലേ പറഞ്ഞത്.
ഇപ്പൊ ജിപ്സം പ്ലാസ്റ്ററിങ് ചെറുതായിട്ട് ചോരും കേട്ടോ, ചെറിയ അത് കാര്യമായിട്ടുണ്ടോ, കുഞ്ഞു ചോർച്ചയൊക്കെ ഉണ്ടാവും. അവര് വീട് മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. ഇതിപ്പോ ശരിക്കും ഇതിൽ ആരുടെ ഭാഗത്താ തെറ്റ്? ഇതൊന്നുമല്ല ഇതിനകത്ത് ഹൈലൈറ്റ്. വന്നിരുന്നിട്ട് ഫിറോസിക്കെ അതിഭീകരമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ സ്വന്തം ബിഷപ്പ് ഇപ്പൊ രേണുസുധിയുടെ സൈഡിലേക്ക് മറുകണ്ഠം ചാടി. ഇപ്പോ ബിഷപ്പിന് അവര് ഭയങ്കര വിശ്വാസികളായി. ഏതാ രേണുസുധി നല്ല ഒരുങ്ങി ജോലിക്ക് പോകുന്ന കുട്ടിയായി. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അവർ പ്രാർത്ഥനയുള്ള കുടുംബമായി. രേണുസുധി കള്ളം പറയത്തില്ല രേണുസുധി. അങ്ങനെ ഈ ബിഷപ്പിന് ഇതിന്റെ പിന്നിൽ എന്തരോ വലിയൊരു മറിമയ സംഭവിച്ചു. ഒരു രാത്രി ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേന് ഇവർക്കെല്ലാം ബോധോദയുണ്ട്. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണുമല്ലോ, ഇതുങ്ങളുടെ എല്ലാം തലയിൽ എന്തരോ വീണിട്ടുണ്ട്. നമുക്ക് ബിഷപ്പ് പറയുന്നത് കേൾക്കാം. ഈ എഡിസന്റെ വസ്തു 2 കുഞ്ഞുങ്ങളുടെ പേരിൽ എഴുതി കൊടുത്തിട്ട് ഞാൻ അതിൽ വളരെ സംതൃപ്തനാണ്. അത് കൊടുത്തു എന്നുള്ളത് ഞാൻ വളരെ സന്തോഷിക്കുന്നതാണ് ദൈവം മുമ്പിൽ. എനിക്ക് ഒരു വലിയ സഹായം ചെയ്യാൻ പറ്റി. പക്ഷെ അതിനെ ഓർത്ത് ദുഃഖിക്കുന്നില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ എന്നോട് 1-2 കാര്യങ്ങൾ കേൾക്കുവാനിടയായി. അതായത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ രേണുസുധിയുടെ കുടുംബത്തെ മാർക്കറ്റ് ചെയ്തു എന്ന് ഒരു സംസാരം ഉണ്ടായി. അത് എന്നെ വളരെ മുറിപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞതാണ്. കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് പല സോഷ്യൽ മീഡിയകളിലൂടെ ഞാൻ കൊടുത്തതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്തു. കൊടുത്തതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുവല്ല ചെയ്തേക്കുന്നത്. പിന്നെ എന്ത് റിഗ്രറ്റാണ് ചെയ്തത്? എന്റെ പൊന്നു ബിഷപ്പേ, നിങ്ങൾ ഈ പറയുന്ന പോലെ ഞാൻ അവർക്ക് കൊടുത്തത് കൊണ്ട് ഞാൻ അനുഭവിച്ചു, ഞാൻ ഇനി കൊടുക്കത്തില്ല, വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞ് ഞാൻ നാക്ക് വായിലോട്ട് ഇട്ടിട്ട് ഒരു 2 ദിവസമായിട്ടുണ്ടാവുമോ? നിങ്ങൾ ഈ തിരുവസ്ത്രം ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ മാറ്റി പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇദ്ദേഹം ഇപ്പൊ ഫുൾ പ്ലേറ്റ് മാറ്റി. ഇപ്പൊ ഇദ്ദേഹം ഫുൾ പ്രോ രേണുസുധിയായി. എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ നിരന്തരമായിട്ട് വന്നോളാം എന്നല്ല ഒരു വാക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി കാണാം. പറഞ്ഞ പ്ലേറ്റ് അങ്ങനെ അങ്ങ് മാറ്റി. അത് മറ്റാര് മാറ്റിയാലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ബിഷപ്പ് പറഞ്ഞത് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയും കൂടെ കേൾക്കാം. രേണുസുധി ഏതോ ഒരു സോഷ്യൽ മീഡിയ ഓൺലൈനിൽ പറയുന്നു വീടിന് ചോർച്ചയുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ രേണുസുധി ഉദ്ദേശിച്ച് പറഞ്ഞത് ഈ ഗ്ലാസ്സിലൂടെ വരുന്ന വെള്ളം ഇങ്ങനെ വീഴുന്നതിനെ പറ്റിയാണ്. അവര് ശരിക്കും പറഞ്ഞു, അവര് കള്ളം പറഞ്ഞിട്ടില്ല. രേണുസുധി കള്ളം പറഞ്ഞിട്ടില്ല. രേണുസുധി കള്ളം പറയത്തേ ഇല്ല. ഹരിചന്ദ്രയുടെ കൊച്ചുമോന്റെ ഇളയച്ചന്റെ മോന്റെ കുഞ്ഞമ്മയുടെ മോളാണ് രേണുസുധി. രേണുസുധി കള്ളം പറയത്തില്ല. തൊട്ട് ദിവസം മുമ്പ് കൊടുത്ത ഇന്റർവ്യൂല് ഈ അച്ഛൻ തന്നെ പറയുന്നു അത് ചോർച്ചയല്ല, അത് ഇങ്ങനെ വരുന്നതാണ്. എന്നാലും അവർ സോഷ്യൽ മീഡിയ ഒന്നും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇപ്പൊ പറഞ്ഞു രേണുസുധി കള്ളം പറയത്തില്ലേ, അതവിടെ വെള്ളം വീഴുന്നുണ്ട്. അവിടെ വെള്ളം വീഴുന്നില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇത് ഇങ്ങനെ ഇഷ്യൂ ആക്കരുതെന്നല്ലേ എല്ലാവരും പറഞ്ഞുള്ളൂ. അച്ഛൻ ഇപ്പൊ ഫുള്ള് മറുകണ്ഠം ചാടി. ഇത്രയും നാള് നമ്മൾ അവിടെ കണ്ട അച്ഛനെ അച്ഛൻ അവിടെ പോയി നിൽക്കുന്നു. ആ ഒരു മാജിക് ആണ് അച്ഛൻ ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. ബാക്കി കേട്ടോ. വെള്ളം ഗ്ലാസിന്റെ സൈഡിലൂടെ വീഴുന്നു എന്ന് പറഞ്ഞ കാര്യം സത്യസന്ധമായ കാര്യമാണ്. അത് മഴ പെയ്യുമ്പോൾ മാത്രമല്ല, മഴ പെയ്യുമ്പോൾ ആ ഗ്ലാസിന്റെ സൈഡിലൂടെ വരുന്ന വെള്ളമാണ്. മഴ പെയ്യുമ്പോൾ അല്ലാതെ മഴവെള്ളം അകത്തോട്ട് വരത്തില്ലല്ലോ. നമ്മൾ ആരും പിടിച്ചിങ്ങനെ മണ്ടവഴി കോഴി ഒഴിക്കുന്നില്ലല്ലോ. മഴ സമയത്തെ ചോർച്ച ഉണ്ടാവൂ ഇല്ലേ? മഴ പെയ്യുമ്പോഴേ ചോർച്ച ഉണ്ടാവും. ചുമ്മാ ഇരിക്കുമ്പോൾ ചോരുവോ? എന്റെ അറിവിലില്ല കേട്ടോ. ഇനി അന്തരീക്ഷത്തിലുള്ള ജലത്തിന്റെ അംശങ്ങളെല്ലാം ഈ വീട് വലിച്ചെടുത്തിട്ട് വീട് അകത്തേക്ക് തുപ്പി വെള്ളം വരുത്തുമെന്ന് എനിക്ക് അറിയത്തില്ല. മഴ പെയ്യുമ്പോഴാണ് ചോരുന്നത്. ഓക്കെ, ബാക്കി പറയച്ചാ അച്ഛൻ പറ. അത് ചോർച്ച എന്ന് പറഞ്ഞത് അവരുടെ വായിൽ നിന്ന് വന്നുപോയ ഒരു വാക്കാണ്. ആ വാക്ക് പക്ഷെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസിനെ കണ്ടമാനം ബാധിച്ചു എന്നുള്ളതാണ് ഇന്നലെ അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സംസാരിച്ച് പ്രശ്നങ്ങൾ അങ്ങ് പരിഹരിച്ച് ഇതാണ് സംഭവം. ഇപ്പൊ എല്ലാവരും മറുകണ്ഠം ചാടി. രേണുസുധയുടെ വീടിന് കുറെ ക്രാക്കുകൾ വന്നിട്ടുള്ള ഒരു ക്ലിപ്പിംഗ് കാര്യങ്ങളൊക്കെ ഈ മെയിൻ സ്ട്രീം 1 മീഡിയ ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ കുറെ ക്രാക്കുകളും പൊടിച്ചിലുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരു വീടിന്റെ സമയത്ത് ഇതൊക്കെ ഉണ്ടാവും. വാഷ് ബേസിൻ പൊളിഞ്ഞു വീണു, അതിന്റെ മണ്ടയ്ക്ക് ഒരാൾ പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊളിഞ്ഞു വീഴും. അത് അവരുടെ സൈഡിലെ തെറ്റുണ്ടോ കമ്പനിയുടെ സൈഡിലെ തെറ്റുണ്ടാകാം. പക്ഷെ അത് സുഗമമായി ഇവർ തമ്മിൽ പറഞ്ഞു തീർക്കായിരുന്നു. ഇപ്പൊ ഫിറോസിക്കയുടെ നമ്പറിന്റെ ഇല്ല. ഏത് ഫിറോസ്? അത് വീടിന്റെ പാലുവച്ചിന്റെ അതിന് പിന്നെ ഫിറോസിന്റെ നമ്പർ എനിക്ക് ആവശ്യമില്ല, എനിക്ക് വീട് കിട്ടില്ലേ എന്ന രീതിയിലാണ് രേണുസുധി പറഞ്ഞത്. ഈ റോഹൻ ഇന്റർവ്യൂ പറ്റുമെങ്കിൽ ഞാൻ ഒന്ന് റിയാക്ട് ചെയ്യാം. അത് വൻ കോമഡി ആയിരിക്കും. നിങ്ങൾക്ക് നല്ല ചിരിക്കുള്ള സാധനം ഞാൻ ഉണ്ടാക്കി തരാം. എന്തായാലും ഇവരെല്ലാം ഇപ്പോൾ ഒരു രേണുസുധി ടീമായിട്ടുണ്ട്. ഇവരെല്ലാം ഒറ്റക്കെട്ടായിട്ടുണ്ട്. ഇപ്പൊ ഒരു പ്രശ്നമില്ല. വീടിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് എല്ലാം പരിഹരിച്ചു. അവർ ഫുൾ സെറ്റ് ആയിട്ടോ. ഇതിനെക്കുറിച്ച് സംസാരിച്ചത് കേട്ടതുമായിട്ടുള്ള നമ്മളെല്ലാം പൊട്ടന്മാരുമായി. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക. ഇതെന്താണ് ഇവരിങ്ങനെ മറുകണ്ഠം ചാടുള്ള കാരണമെന്നെങ്കിലും ഒന്ന് കമന്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്യുക. മറ്റൊരു വീഡിയോ ഇട്ട് കാണുന്നവരാ. ബൈ.